നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ IT പാർക്കായ ടെക്നോ പാർക്ക്, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, കിൻഫ്ര പാർക്ക്, പ്രേക്ഷകർക്ക് ഏതാണ്ട് മനസ്സിലായി കാണും. അതെ, ABC മലയാളം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് യാത്രയുമായി ഇന്ന് എത്തി നിൽക്കുന്നത് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന കഴക്കൂട്ടം നിയോജക മണ്ഡലം. കഴക്കൂട്ടത്തെക്കുറിച്ച് ചിലത് പറയാറുണ്ട്. ആ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളും കഴക്കൂട്ടത്തു നിന്നുള്ള പ്രമുഖ വ്യക്തികളും ഒക്കെ കൂടി ചേർത്ത് ഏതാനും ചില വാക്കുകൾ. കേരളത്തിൻ്റെ തലസ്ഥാനമാണ് കഴക്കൂട്ടം. ഇപ്പം ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ കഴക്കൂട്ടത്തായിരിക്കും നിർത്തുക. ലുലു മോള് അത് പറയണം. പുതിയ തലമുറയെ കൂടെ നമ്മൾ കാണണം. പണ്ട് കഴക്കൂട്ടത്ത് ബസ്സൊക്കെ വരുമ്പോൾ ഉണ്ട് രാത്രി 9 മണി കഴിഞ്ഞാൽ KSRTC അവിടെ നിർത്തത്തില്ല. കാരണം അവിടെ പിടിച്ചുപറിയും ഒക്കെ ഉണ്ട്. ഇന്ന് ഉറങ്ങാത്ത ഒരു ഇടമാണ് കഴക്കൂട്ടം. ഈ ജൈന ബുദ്ധ വിഹാര കേന്ദ്രവും കൂടിയായിരുന്നു. അവിടെ മടവൂർ പാറ എന്ന് പറയുന്നത് അതൊരു ബുദ്ധമത കേന്ദ്രം ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊരു ശിവക്ഷേത്രമാണ്, മലയുടെ മുകളിലാണ്. അത് പുരാവസ്തു വകുപ്പിന്റെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പറയേണ്ടത് ശ്രീനാരായണ ഗുരു എന്ന സാംസ്കാരിക ആചാര്യന്റെ ജന്മസ്ഥലമാണ് ചെമ്പഴന്തി. പിന്നെ കടകംപള്ളി സുരേന്ദ്രനെയാണ് ഇപ്പോഴറിയുന്നത്. പക്ഷേ അവിടെ ഒരു കഴക്കൂട്ടത്ത് പിള്ള ഉണ്ടായിരുന്നു. 8 വീട്ടിൽ പിള്ളമാരിൽ ഒരാളായ പ്രമുഖനായ കഴക്കൂട്ടത്ത് പിള്ള. ഈ കഴക്കൂട്ടത്തുള്ള പിന്നെ അതുപോലെ മാർത്താണ്ഡവർമ്മയുടെ പേരിലൊരു കുളവും ഈ കുളമാണ് തന്നെയാണ്. പിന്നെ വളരെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രം. അവിടെ ഇപ്പോൾ ഏതാണ്ട് പിന്നെ ഇടത് സർക്കാർ ഇവര് പിന്നെ ശബരിമലയ്ക്ക് ഒരു വലിയ ഇടത്താവളം നിർമ്മിച്ചു കഴിഞ്ഞു. അതൊക്കെ കടകംപള്ളി സുരേന്ദ്രനാണ് അവിടുത്തെ നിലവിലെ MLA. ഇപ്പൊ ഇതാണ് കഴക്കൂട്ടത്തിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഈ തിരുവനന്തപുരം ഉറങ്ങി, സാർ പറഞ്ഞ പോലെ തിരുവനന്തപുരം നഗരം ഉറങ്ങിയാലും ഉറങ്ങാത്ത തൊട്ടടുത്ത ഒരു തിരുവനന്തപുരത്തിനും വലിയ നഗരമാണ് ആക്ച്വലി ഇന്ന്. ഇപ്പൊ പണ്ട് പാളയം സ്റ്റാച്ചു കിഴക്കേക്കോട്ടയായിരുന്നു തിരക്ക്. ഇപ്പൊ ഇവിടെ തിരക്കില്ല. എല്ലാരും ലുലു മോള് കഴക്കൂട്ടം തിരക്ക്. അപ്പൊ അവിടുത്തെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇതൊരു UDF മണ്ഡലമായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് ലീഗ് മണ്ഡലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 1965 മുതലുള്ള ചരിത്രം നോക്കിയാൽ ഇതിനകത്ത് കൂടുതൽ കാലം ഒന്നുകിൽ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ ലീഗുകാരാണ് ഇത് കയ്യിൽ വെച്ചിരുന്നത്. CPMന് ആകെ 3 പ്രാവശ്യമേ അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇടയ്ക്ക് ഒരു കാര്യം ഒന്ന് ഇടപെട്ടോട്ടെ. നമ്മൾ 1965 എന്ന് പറയുന്നത് നമ്മുടെ 3ാം സഭയാണ്. അത് ഭൂരിപക്ഷം ആർക്കും ഇല്ലാത്തത് കൊണ്ട് പിരിച്ചുവിടപ്പെട്ട ഒരു സഭയാണ്. അതായത് ഈ N ലക്ഷ്മണൻ വൈദ്യർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ അന്ന് ജയിച്ചിട്ടും സഭ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. കഴക്കൂട്ടത്ത് നിന്ന് ആദ്യത്തെ ജയിച്ച ലക്ഷ്മണൻ വൈദ്യർക്ക് അങ്ങനെ സഭ കാണാനുള്ള ഭാഗ്യവും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു വന്നത് CPMന് ഇവിടെ വലിയ ഹോൾഡൊന്നും ഇല്ലായിരുന്നു. CPMന് ഇവിടെ ഹോൾഡ് ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ആകെ 3 പ്രാവശ്യമേ ഇവിടെ ഒരാൾ ജയിച്ചിട്ടുള്ളൂ. അത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇതിനു മുമ്പ് നബീസ ഉമ്മാൾ മത്സരിച്ചു സ്വതന്ത്രയായിട്ട്. CPM സ്വതന്ത്രയായിട്ട് പ്രൊഫസർ നബീസ ഉമ്മാൾ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രിൻസിപ്പളും മലയാള വിഭാഗത്തിന്റെ ഹെഡ് ആ ഭാഷാ പണ്ഡിത എന്നൊക്കെയുള്ള നിലയിൽ അവിടുന്ന് അങ്ങനെ ആദ്യമായിട്ട് ജീവിച്ചിരിപ്പില്ല. ആദ്യമായിട്ട് CPM നിർത്തിയ ഒരു സ്വതന്ത്രനെങ്കിലും ജയിക്കുന്നത് നബീസ ഉമ്മാളിന്റെ കാലത്താണ്. 1987 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടത് ജനാധിപത്യ മുന്നണി, അതായത് പിന്നെ മറ്റൊരു വർഗീയ പാർട്ടികളോ ഒന്നുമില്ലാതെ ഇടതുപക്ഷത്തിന്റെ ഒരു ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയും EK നായനാർ അധികാരത്തിലെത്തുകയും ചെയ്ത 87 ഇവിടെ നബീസ ഉമ്മാളാണ് ജയിച്ചത്. അത് കഴിഞ്ഞുള്ള കാലങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ CPMന് കിട്ടിയിട്ടില്ല. CPMന് കിട്ടിയത് ആകെ അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ രക്ഷപ്പെട്ടത് ഈ കടകംപള്ളി സുരേന്ദ്രന്റെ പച്ചയിലാണ്. 1996 അദ്ദേഹം ആദ്യമായിട്ട് അരിവാൾ ചുറ്റികയിൽ ഇവിടെ ഒരു വിജയം നേടിക്കൊടുത്ത് 24,000-ൽ പര വോട്ടുകൾ, 24,057 വോട്ടാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയത്. 2016 അദ്ദേഹം മത്സരിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് ഈ ചില ഡയറി കുറിപ്പിൽ പേരൊക്കെ വന്നല്ലോ, മണിച്ചന്റെ മദ്യ ദുരന്ത കേസുമായി ബന്ധപ്പെട്ട ആ ഡയറിയിൽ പേര് വന്നെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും തൃശങ്കുവിലായി. അതിനുശേഷം പിന്നെ ആ വലിയ കേമത്തിൽ വന്നതാണ് പിന്നെ അദ്ദേഹത്തിന് ഇലക്ഷൻ നിൽക്കാനും
ആ സത്പേര് നിലനിർത്താനൊന്നും പറ്റിയില്ല, ദുഷ്പേരിലേക്കാണ് പിന്നെ പോയത്. അതുകൊണ്ട് വീണ്ടും സൽപ്പേരിലാണ്. ഇപ്പൊ 2 പ്രാവശ്യം നിന്ന് സൽപ്പേരൊക്കെ ഉണ്ടാക്കിയതാണ്. ഒരു തവണ 2007 ഇത്തവണത്തെ പട്ടികയിൽ ഉണ്ടെന്നാണ് അറിയുന്നത് കേട്ടോ. ഇത്തവണ പാർട്ടികളുണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ പാർട്ടിക്കാർ പറയുന്നത്, CPM-കാർ പറയുന്നത് ഇവിടെ കടകംപള്ളി ആണെങ്കിൽ ജയിക്കുള്ളൂ. ഞാൻ ആ മണ്ഡലത്തിലെ വോട്ടറാണ്. ആ മണ്ഡലം നിറയെ പിന്നെ കടകംപള്ളിയുടെ ഫ്ലെക്സ് ആണ്. കടകംപള്ളിക്ക് പ്രവർത്തിക്കാൻ അറിയാം, അതുപോലെ തന്നെ എവിടെ വോട്ടുണ്ട്, വോട്ട് എങ്ങനെ നേടണമെന്നറിയാം. എല്ലാ അമ്പലങ്ങളിലും അദ്ദേഹം, അവിടെ BJPക്ക് പ്രാധാന്യമുള്ളൊരു മണ്ഡലമാണല്ലോ കഴക്കൂട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ അമ്പലങ്ങളിലെയും കമ്മിറ്റിക്കാരെ പിടിച്ച് അവിടെയെല്ലാം ഈ ടൂറിസത്തിന്റെ വഴിയോര വിശ്രമ കേന്ദ്രം ഉണ്ടാക്കി. അതാണ് ഈ കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിനോട് ചേർന്ന് ശബരിമല കിടത്താവളം. ശബരിമല എവിടെ കിടക്കുന്നു? ശബരിമലയ്ക്ക് പോകുന്ന വഴി എവിടെ കിടക്കും? ശബരിമല കിടത്താവളം കൊടുക്കേണ്ടത് ഒന്നുകിൽ നിലയ്ക്കൽ കൊടുക്കണം, അല്ലെ ലാഹെ കൊടുക്കണം, അല്ലെ പെരുന്നാട്ടിൽ കൊടുക്കണം. അങ്ങനെ കഴക്കൂട്ടം മണ്ഡലം മുഴുവൻ ശബരിമല കിടത്താവളം ഉണ്ട്. ഏത് കൊച്ചമ്പലത്തിലും കടകംപള്ളിയുടെ വക ഒരു ടൂറിസം ഗിഫ്റ്റ്, ടൂറിസം വഴിയോര വിശ്രമ കേന്ദ്രം ഉണ്ട്. ഈ അങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്ത് അവരുടെ വോട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ SDPIക്കാരുമായിട്ടും തെറ്റില്ലാത്തൊരു ബന്ധം അദ്ദേഹത്തിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ വക ഒരു 10,000. പലരുമായും തെറ്റില്ലാത്ത ബന്ധം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് ഡയറിയിൽ പേര് വന്നില്ലെങ്കിൽ പോലും ചർച്ചാ വിഷയമാണ്. എപ്പോഴും അദ്ദേഹത്തിന് അവരുടെ മുസ്ലിം വോട്ടുകൾ തെറ്റില്ല. മറ്റേ സ്വപ്ന വിഷയം വന്നപ്പോഴും ചില പരാമർശങ്ങളുണ്ടായി. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ആ പൊതുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം കുറയുന്നില്ല. ചീത്തപ്പേരുകൾ ചിലതൊക്കെ ഇങ്ങനെ നേടുമെങ്കിലും ഇവിടെ എടുത്തു പറയേണ്ട വേറെ കാര്യം, നമ്മുടെ MP രാഘവനോട് മത്സരിച്ചിട്ടുണ്ട്. MP രാഘവൻ ഒരിക്കൽ മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം CMB. അദ്ദേഹത്തിന് ഈ ഒരു പ്രത്യേകത ഉള്ളതെന്ന് അറിയാമോ? ഇത്തവണ ഇവിടെ മത്സരിച്ചാൽ പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരില്ല, അടുത്ത വേറൊരു മണ്ഡലത്തിലായി. അങ്ങനെ വന്ന് 700 വോട്ടുകൾക്ക് വിജയിച്ചു. പക്ഷെ അന്ന് വിജയിക്കാൻ സാധ്യതയില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഭയങ്കരമായ പാർട്ടി പ്രചരണവും പരിപാടികളുമായിട്ട് അന്ന് നമ്മുടെ ടീച്ചറിനെയാണ്, ടീച്ചറിനാണ് തോൽപ്പിക്കുന്നത്. കാര്യമല്ല. ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് വലിയൊരു ശിഷ്യ സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹം വടക്കുനിന്ന് വരുന്ന CPM-ന് ഈ മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെ കോട്ട പിടിച്ചു കൊടുത്തത് നബീസ ഉമ്മാൾ ടീച്ചറാണ്. ആ നബീസ ഉമ്മാളിന്റെ കയ്യിൽ നിന്ന് ഈ മണ്ഡലം പിടിച്ചെടുത്തത് MP രാഘവൻ ഒരു സിംഹഗർജനമല്ലേ. MP രാഘവന്റെയും കയ്യിൽ ഈ കടകംപള്ളിയുടെ ഒരു വേലയുണ്ട്. ഇച്ചിരി RSS വോട്ട് ആവശ്യമുണ്ടെങ്കിൽ പിടിക്കാനുള്ള വഴി അദ്ദേഹത്തിന് അറിയാം. അതാണ് കടകംപള്ളിയുടെ പോലെ അദ്ദേഹം ഇവിടെയും പണി ഒപ്പിച്ചതാണ്. അല്ല, എന്നിട്ട് ഇവിടുന്ന് 91 ഇദ്ദേഹം ഇവിടെ നിന്ന് പോയി. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ചൊന്ന് മത്സരിക്കാൻ വരുമ്പോൾ ഒരു പിന്നെ CPM-ന്റെ ഒരു പറച്ചിലുണ്ട്, ഇദ്ദേഹം ജയിച്ചാൽ പോലും പിന്നെ ഇനി കാണില്ല, വേറെ. പക്ഷേ ഈ തേരോട്ടം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇതിന് ശേഷം 96-ൽ ആറന്മുളയിൽ കടമ്പനിട്ട് ഇറക്കിയിട്ടാണ്. പിന്നെ കടമ്പനിട്ടയെ തോപ്പിച്ചു. ഇദ്ദേഹത്തിന് കുറച്ച് റെസ്റ്റ് കിട്ടിയത് ആറന്മുളയിൽ തോറ്റപ്പോഴാണ്. തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിച്ചിട്ടുണ്ട്. അന്നൊക്കെ ജയിച്ചിട്ടുണ്ട്. ഒരിക്കലേ തോറ്റിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം തിരുവനന്തപുരം സെൻട്രലിൽ പിന്നെ വേറെ പ്രത്യേകത CP ജോൺ ആവശ്യപ്പെട്ടു. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ടല്ലോ, ഈ MA വാഹിദ് ഇവിടെ ഈ കടകംപള്ളിയെ പോലെ 3 പ്രാവശ്യം ജയിച്ച ആളാണ്. 2001, 2006, 2010. ആദ്യം പുസ്തക അടയാളത്തിൽ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുത്തില്ല. ഇദ്ദേഹം ഇവിടെ കോർപ്പറേഷനിലെ വലിയ കൗൺസിലറും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിട്ട് ഒരു ജാവ സ്കൂട്ടറിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളാണ്. തിരുവനന്തപുരം മുഴുവൻ കടകംപള്ളിയും സ്കൂട്ടറിൽ കറങ്ങുന്ന ആളാണ്. കടകംപള്ളി ബസ്സിലാണ്, സിറ്റി ബസ്സിലാണ് തുടങ്ങിയത്. കഴക്കൂട്ടത്തൊക്കെ വരുമ്പം ഈ ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടൊക്കെ പ്രസംഗിക്കാൻ വരുമ്പം സിറ്റി ബസ്സിൽ തൂങ്ങി പിടിച്ചാണ് വരുന്നത്. തൂങ്ങി പിടിച്ച് വന്ന് അവിടുത്തെ സഖാക്കളാണ് ചായയും കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് തിരിച്ചയച്ചുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് വളരെ സാധാരണമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് കടകംപള്ളി. പിന്നെ അതുപോലെ തന്നെ ഈ വാഹിദ് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ്. MA വാഹിദ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്, അമ്പലത്തിൽ പോയി തൊഴുക വരെ ചെയ്യും. എവിടെ പൊങ്കാലയുണ്ടോ അവിടെ MA വാഹിദുണ്ട്. കാരണം ഈ കഴക്കൂട്ടം മണ്ഡലത്തിന്റെ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ BJP വോട്ടുകൾ ഈ വളരെ പ്രധാനമാണ്. അപ്പൊ ഈ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടും കൂടെ വലിയ നോട്ടമുള്ള മണ്ഡലമല്ലേ. തീർച്ചയായിട്ടും അതിലേക്ക് നമുക്ക് വരാം, കണക്കുകളിലേക്ക് നമുക്ക് വരാം. അപ്പോ ഞാൻ ആദ്യം ആ കണക്കുകളിലേക്ക് ഒന്ന് കൊണ്ട് സാറ് കുറച്ചുകൂടി വിശദമാക്കിയാൽ പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി നിങ്ങൾ പറയുകയാണ്. 2016 അന്ന് പോൾഡ് വോട്ട്സ് 73.7 ആയിരുന്നു. അതിൽ
7.38% വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് കടകംപള്ളി വിജയിച്ചു വരുന്നത്. 50,000 വരെ വോട്ടുകളാണെന്ന് നേടിയത്. 7,347 ഭൂരിപക്ഷം. രണ്ടാമത് വന്നത് ശ്രദ്ധിക്കണം, വി മുരളീധരനാണ് സെക്കൻഡ് വന്നത്. കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ ബിജെപിയുടെ ബേസ് അവർ അന്ന് തന്നെ നല്ലൊരു അടിത്തറ പാകിയിരുന്നു. 42,000 വരെ വോട്ടുകൾ നേടിയപ്പോൾ മൂന്നാമത് പോയത് ആരാണെന്നും കൂടെ നോക്കണം. അതാണ് എം എ വാഹിദാണ് വാഹിദ് 3 പ്രാവശ്യം അവിടെ വെന്നിക്കൂടി പാലിച്ച ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 2021 വരുമ്പോൾ അന്ന് 73.7 എന്നുള്ളത് ശകലം ഒന്ന് കുറഞ്ഞ് കോൾഡ് 71% മാറിയിരിക്കുന്നു. അന്നും ജയിച്ചത് കടകംപള്ളി തന്നെയാണ്. അന്ന് 37.3 എന്നുള്ളത്. അപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത്. ശോഭാ സുരേന്ദ്രൻ വന്നാൽ കടകംപള്ളി മുട്ടുകുത്തും എന്ന് പറഞ്ഞ് ഇലക്ഷൻ നടന്ന ഒരു മത്സരം. പക്ഷെ അവിടെ സാർ പിന്നെ കടകംപള്ളിക്ക് 37 നിന്ന് 46%-മായി വോട്ട് വർദ്ധിപ്പിച്ചു. ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. 23,497 വോട്ടാണ് ഭൂരിപക്ഷം. 7,000 ചിലവാനും വോട്ടം ഉണ്ടായിരുന്നത്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 23,497 വോട്ടായി. 23,500 വോട്ടോളമായി. ഭയങ്കരമായ ലീഡ് അവിടെ കടകംപള്ളിക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു സാർ നമ്മുടെ ഈ മൊത്തം വോട്ട് 151 നിന്നും 194 പിന്നെ മാറുകയാണ്, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും മുരളീധരൻ നേടിയ വോട്ട് ശോഭയ്ക്ക് നേടാൻ കഴിഞ്ഞില്ല. അവിടെ ഡോക്ടർ എസ് ലാൽ 32,995 വോട്ട്. ഡോക്ടർ എസ് ലാലിന് ഇത്തവണ വർക്കലയിൽ നിർത്തുമെന്നാണ് അറിയുന്നത് കേട്ടോ. ആണല്ലേ? എസ് ലാല് വാഹിദിന്റെ അത്ര വോട്ട് പിടിച്ചില്ല. ലാലിനെ അത്ര ജനങ്ങൾക്ക് കൂടുതൽ പരിചിതമല്ലല്ലോ. അല്ലാതെ എസ് ലാലിന്റെ കുറെ വോട്ടുകൾ പിന്നെ ശോഭാ സുരേന്ദ്രൻ അല്ലെ വാഹിദ് എന്ന് പറഞ്ഞ അവിടുത്തുകാരൻ ആ മണ്ഡലത്തിൽ. പക്ഷെ ശോഭാ സുരേന്ദ്രന് ചില BJP-കാരുടെ വോട്ടുകൾ കിട്ടിയില്ല എന്നൊരു പരാതിയുണ്ട്. അത് അവരെ അന്ന് വേല വെച്ചതാണെന്നും ചിലർ പറയുന്നുണ്ട്. അല്ല, ഈ ഡോക്ടർ ലാൽ മത്സരിക്കുന്ന സമയത്ത് അത്തരം ചില അടിയൊഴുക്കുകൾ അവിടെ ഉണ്ട്. അടിയൊഴുക്കുകൾ ഭയങ്കരമായിരുന്നു. അതുകൊണ്ടാണ് ഈ കടകംപള്ളിക്ക് 23,497 വോട്ട് കിട്ടിയത്. ഇത്തവണ കോൺഗ്രസിൽ നിന്ന് അഖിലായിരിക്കും മത്സരിക്കുന്നത് എന്ന് കേൾവിയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്ന കഴക്കൂട്ടത്ത് 2019 കണക്ക് നോക്കിയാൽ UDF-ന് തിരുവനന്തപുരത്ത് നിന്ന് അവസാന 2 തവണയും. അപ്പോൾ അത് നോക്കുമ്പോൾ UDF-ന് 35.5% വോട്ടുകളാണ് സാർ ലഭിച്ചിരുന്നത്. 46,964. എന്നാൽ LDF-ന് 35, UDF-നെങ്കിൽ 28.5. നല്ല കുറവുണ്ട്. LDF-ന് 37,688 ലോക്സഭയിലേക്കാണെങ്കിലും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 34.4% 2019 BJP നേടിയത്. NDA 45,479. വളരെ കൃത്യമായ സൂചനകളാണ് നൽകുന്നത്. 24 വരുമ്പോൾ UDF 19 പിടിച്ചിരുന്ന 35 നിന്നും 31 താഴ്ന്നു. LDF 28 നിന്നും 27 താഴ്ന്നു. അതായത് 39,602 വോട്ട് UDF-നും 34,382 വോട്ട് LDF-നും. അതേസമയത്ത് 40,479 വോട്ട് എന്ന അവസ്ഥയിൽ നിന്ന് NDA നേടിയത് 50,444 വോട്ടുകളാണ്. 39.9%. വളരെ ക്ലിയർ ഇൻഡിക്കേറ്ററാണിത്. പിന്നെ ഈ വരുന്ന വി മുരളീധരനാണത്. വളരെ കൃത്യമായ സൂചനയാണ് ഇത്. ഒരുപക്ഷെ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും കൂടുതൽ സാധ്യത കഴക്കൂട്ടത്ത് ഒരുപക്ഷെ മുരളീധരൻ ആയതുകൊണ്ടാകാം. ഉണ്ട്, വലിയ ഇപ്പോഴും അത്തരം സാധ്യത ഉണ്ടെന്ന് പറയുന്നില്ല. എന്തായാലും ത്രികോണ മത്സരം അതിശക്തമായിരിക്കും. ത്രികോണ മത്സരത്തിനുപരിയായി BJPക്ക് വലിയ സാധ്യതയുണ്ട്. BJP-യുടെ വോട്ട് പലപ്പോഴും പലരും മുട്ടിക്കൊണ്ട് പോകുന്നതാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. വാഹിദ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, കടകംപള്ളി അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില കളികൾ അവിടെ നടക്കുന്നുണ്ട്. ഈ അമ്പലവും ചുറ്റിപ്പറ്റി. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടിയതില് കൂടുതൽ വാർഡുകളും നിയമം കഴിഞ്ഞാൽ കൂടുതൽ വാർഡുകൾ കിട്ടിയ ഒരെണ്ണം കഴക്കൂട്ടമാണ്. സാർ, അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഇത്തവണ പിന്നെ ചിലരെങ്കിലും തീരുമാനിച്ച ഒരു ക്രോസ് വോട്ടിങ്ങുള്ള സാധ്യത അവിടെ കാണുന്നു. തീർച്ചയായിട്ടും ഈ അടിയൊഴുക്കുകൾ പലപ്പോഴും നടക്കുന്ന ഒരു സ്ഥലമാണ് കഴക്കൂട്ടം. കടകംപള്ളി RSS വോട്ട് വാങ്ങിച്ചുകൊണ്ട് പോയാൽ കടകംപള്ളി RSS വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്, വാഹിദ് RSS വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്, MV രാഘവൻ RSS വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിത് പറഞ്ഞാൽ വിശ്വാസം വരില്ല. അത് അങ്ങനെ ഒരു പ്രത്യേക തിരിമറികൾ നടക്കുന്ന ഒരു കഴക്കൂട്ടം മണ്ഡലത്തിലായിരിക്കും ശബരിമല ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അത് സംശയമില്ല. കേരളം ചർച്ച ചെയ്താൽ പിന്നോട്ട് ചിന്തിച്ചാൽ പോലും ഇത്രയും വരത്തില്ല. കടകംപള്ളി സ്ഥാനാർത്ഥി ആണെങ്കിലും അല്ലെങ്കിലും ശബരിമല കഴക്കൂട്ടത്തൊരു വലിയ വിഷയമായി വരാൻ സാധ്യതയുണ്ട്. ഇതില് സാർ 24 കണക്കല്ലേ പറഞ്ഞു, ഞാൻ 25 ഈ തദ്ദേശ സംവരണത്തിന്റെ കണക്കൂടെ പറയാം. അതായത് നമ്മുടെ കഴക്കൂട്ടത്ത് UDF-ന് വളരെ കുറവോട്ടാണ് കിട്ടിയിരിക്കുന്നത്. 29,855 വോട്ടാണ്. ദുർബലമായതാണ്. LDF-ന്
42,881. BJP 40,582. അതായത് വെറും 2000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ LDF-ഉം UDF-ഉം തമ്മിൽ. LDF-ഉം BJP. അതായത് 22,109 വോട്ട്. 2000 വോട്ടെന്ന് വേണമെങ്കിൽ പറയാം, 2100 വോട്ടെന്ന് പറയാം. അതായത് BJP LDF 42,891 വോട്ട് LDF നീക്കുമ്പോൾ BJP 40,582 വോട്ട് നിൽക്കും. അപ്പോൾ ഇത് വളരെ നിർണായകമാണ്. ഈ 2000 വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞാൽ വിജയം ആർക്കെന്നുള്ളത് നിശ്ചയിക്കാൻ 1000 വോട്ട് മാറിയാൽ മതി. LDF-ൽ നിന്ന് 1000 വോട്ട് മാറിയാൽ വിജയം BJP നേടാവുന്ന ഒരു സ്ഥലമാണ്. സാർ, ഇനി ചെറിയ 1-2 കാര്യങ്ങൾ കൂടി നമ്മുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായിട്ട് നമുക്ക് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ്സുകാരെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ CPI പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്നു, സ്വാഭാവികമായും അത് പാർട്ടികളുടെ പിളർപ്പാണ്. അതേപോലെ തന്നെ കോൺഗ്രസിൽ പല തവണയായിട്ട് പല പിളർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ പുതിയ പ്രേക്ഷകർക്കായി, പ്രായം കുറഞ്ഞ പ്രേക്ഷകർക്കായി നമ്മൾ ഒന്നുകൂടി പറയുന്നതാണ്. ഇവിടെ MM ഹസൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം ഇവിടെ INC കോൺഗ്രസ് U എന്ന അറിയാമല്ലോ. പിന്നെ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നത് കോൺഗ്രസ് എയുടെ പേരിലാണ്. ഇപ്പൊ ഇവരെല്ലാം ഒന്നാണെങ്കിൽ കൂടിയും കോൺഗ്രസിൽ നിന്ന് മാറിപ്പോയ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആന്റണിക്കും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ഹസൻ നിയമസഭ കണ്ടത് കോൺഗ്രസ് CPM-ന്റെ കൂടെ നിന്നപ്പോഴാണെന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ചില രാഷ്ട്രീയമായ ചില സമവാക്യങ്ങൾ മാറി മറിഞ്ഞതിന്റെ ഒരു ഹസൻ 2 പ്രാവശ്യം 80-ലും 82-ലും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, അത് നമ്മുടെ പ്രേക്ഷകർക്ക് ഓർക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചില ചരിത്രങ്ങൾ കഴക്കൂട്ടത്തിലുണ്ട്. തലൈക്കുന്നിൽ ബഷീർ എന്ന് പറയുന്ന അധികായരായ തലയെടുപ്പുള്ള, അത് കാണുന്നതും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ, തലയെടുപ്പുള്ള നേതാവ്, അതുകൂടി പറയണ്ട. അദ്ദേഹം 1977-ൽ 14,377 വോട്ടുകൾക്കാണ് കഴക്കൂട്ടത്ത് നിന്ന് മത്സരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം സാറൊന്ന് വിശദമാക്കിയാൽ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഈ രാജൻ കേസ് വരികയും മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ രാജിവെക്കേണ്ട സാഹചര്യം വരികയും ഹൈക്കോടതി പരാമർശത്തെക്കുറിച്ച്, ഇന്നൊക്കെ ആണെങ്കിൽ രാജിവെക്കേണ്ട കാര്യമേ ഇല്ല, പരാമർശമൊന്നും. പക്ഷേ പിന്നെ എനിക്ക് തോന്നുന്നു, പിന്നെ ഓർമ്മ ശരിയാണെങ്കിൽ കരുണാകരന്റെ രാജിക്ക് വേണ്ടി അന്ന് മുറവിളി കൂട്ടിയത് സ്വന്തം പാർട്ടി വലിയ പാരയാണ് അദ്ദേഹത്തിന് വന്നത്. അത് എന്തായാലും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്ന ഉടനെ തന്നെ AK ആന്റണി ഡൽഹിയിൽ നിന്ന് പ്ലെയിനിലൂടെ ഇറങ്ങി വരികയാണ് ചെയ്തത്. അന്നേരം അദ്ദേഹത്തിന് വേണ്ടി തലൈക്കുന്ന് ബഷീർ സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്ന് 6 മാസം മുഖ്യമന്ത്രിയായി 6 മാസത്തിന് അവിടെ നിന്ന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം. പക്ഷേ പലകൂടി ആന്റണി ഇതുപോലെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെന്നിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ തലൈക്കുന്നിൽ 8,669 വോട്ടിന് അവിടെ തലൈക്കുന്നിൽ ഏതാണ്ട് ഇതിന്റെ ഇരട്ടി നേടിയിരുന്നു. അത്രയൊന്നും ആൾക്കാർ അത്ര ആന്റണിക്ക് കിട്ടിയില്ല. കാരണം ആ സമയത്ത് പിന്നെ EMS അടക്കമുള്ളവർ വന്ന് വൻ പ്രചരണമാണ് അവിടെ നടത്തിയത്. കാരണം ഈ പിന്നെ രാജൻ കേസിന്റെ പ്രശ്നം നിൽക്കുകയും പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച കരുണാകരന്റെ കഥ പറഞ്ഞുകൊണ്ട് ഈ മന്ത്രിസഭ മൊത്തത്തിൽ രാജിവെച്ച് പോകേണ്ടതാണ്, അത്രയ്ക്ക് വലിയ കുഴപ്പക്കാരായിരുന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തി ആന്റണിയുടെ വോട്ട് ഏതാണ്ട് തലൈക്കുന്ന് ബഷീറിന്റെ പകുതിയിൽ താഴെയാക്കി അല്ലേ സാറേ? മാത്രമല്ല സാർ, എനിക്ക് ഒരു പിന്നെ ഒട്ടേറെ ഓർമ്മ വന്നതെന്ന് പറയുന്നത്, ഞാൻ ഇത് 77-ലാണ് സാർ. 77 എനിക്ക് കൊച്ചുനാൾ പോലെ രാഷ്ട്രീയം ഇച്ചിരി തലക്കറി ഉള്ളതുകൊണ്ട്, അപ്പോൾ ഞാൻ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ പേഴ്സണലായിട്ട് ഒരു 10-20 പേര് ട്യൂഷന് പോകുമായിരുന്നു. അവിടെ ഒരു ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ ആന്റണി വരുന്നത്. അപ്പോൾ സാർ പറഞ്ഞു, ഇനി ക്ലാസ്സുള്ള നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് ആന്റണി, അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആന്റണി മത്സരിക്കാൻ പോകുന്നുള്ളത്. അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ മത്സരിക്കാൻ പോകുന്നു. ആ കുട്ടി എനിക്കൊരു 9-ലോ 10-ലോ ആണ് ഞാൻ ആ സമയത്ത് ഈ കാഴ്ച ഞാൻ കാണുന്നുണ്ട്. അവിടെ വന്നിരുന്ന ഈ ചർച്ചകൾക്ക് ശേഷം ആന്റണി ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് പിന്നെ AK ആന്റണിയും കഴക്കൂട്ടത്ത് മത്സരിച്ച്, ഇതൊക്കെയാണ് രാഷ്ട്രീയ നമ്മുടെ കഴക്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ചിത്രം. പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ സാർ? എന്തെങ്കിലും ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇത്തവണ അവിടെ താമര വിരിയാൻ വളരെ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അത് V മുരളീധരനാണെങ്കിൽ സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും അദ്ദേഹത്തിന് നമ്മളോടൊപ്പം പയറ്റി നിൽക്കാൻ പറ്റുന്നത് കടകംപള്ളിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ കടകംപള്ളി തവണ പാർട്ടി സീറ്റ് കൊടുക്കുമെന്ന് സംശയമാണ്. അണികളൊക്കെ അവിടെ കൊടുക്കണമെന്ന് പറയുന്നെങ്കിൽ കൊടുക്കുമെന്ന് സംശയം. കാരണം കടകംപള്ളി ഇവിടെ നിന്നാൽ ചിലപ്പോൾ ജയിച്ചേക്കും. പലരും പറയുന്നത് വേറെ 10 സ്ഥലത്തെ വോട്ട് ചിലപ്പം ഈ ഒരു കാരണം കൊണ്ട് കടകംപള്ളി നിർത്തുന്നു എന്നുള്ള കാരണം കൊണ്ട് പാർട്ടിയെ ദോഷകരമായി ബാധിക്കും എന്നൊരു കാരണം. 2019 നടന്ന പ്രശ്നങ്ങളിൽ ഈ പത്മകുമാറിന്റെ തൊട്ട് മുകളിലിരുന്ന ആള് എന്നുള്ളതിൽ ധാർമ്മികവും അധാർമികവുമായ ഉത്തരവാദിത്വമൊക്കെ ഇദ്ദേഹത്തിൽ അടിച്ചേൽപ്പിക്കുന്നവർ. അതുപോലെ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് സംഭവവികാസങ്ങൾ ഉണ്ടാകാം.
ഈ കടകംപള്ളിക്ക് സീറ്റ് കൊടുത്തില്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ കടകംപള്ളിക്ക് തൽക്കാലം ഉണ്ടാവില്ല. പക്ഷെ എങ്കിൽ കൂടിയും കടകംപള്ളിക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ആ അതിർത്തി മറ്റാർക്കെങ്കിലും ഗുണകരമായി മാറുമെന്ന് അതും ഒരു ചോദ്യചിഹ്നമാണ്. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.